ഇപ്പൊ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കന്നുകുട്ടികളെ നമ്പർ കന്നുകുട്ടികളെ പല സ്ഥലത്ത് ഒരു പദ്ധതിയെ കുറിച്ചാണ് ഈ അടുത്ത പദമായ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പരിപാടികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി 30 ലക്ഷത്തിനടുത്ത് 28 ലക്ഷത്തിനടുത്ത് ഈ നിലയിലുള്ള ഒരു പദ്ധതി അതില് പരിഗണനയ്ക്ക് വേണ്ടി ഇതിനകം സമർപ്പിച്ചിട്ടുണ്ട്. ജയിലുകളിലൊക്കെ തന്നെ ഉൽപാദന പ്രക്രിയ നടത്തിക്കൊണ്ട്, കാരണം നമുക്കറിയാം, നമുക്ക് അവിടെ ഏറ്റവും നല്ല മണ്ണാണ് ജയിലുകൾ. കാരണം ഇതുവരെ കളങ്കിതമായിട്ടുള്ള മണ്ണ്, ആ മണ്ണ് ഇതുവരെ രാസവളം ഉപയോഗിച്ചില്ല. അതുകൊണ്ട് തന്നെ ജൈവ സമ്പന്നമായ മണ്ണാണ് എല്ലാ ജയിലിലും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പച്ചക്കറിക്കും അതുപോലെ തന്നെ വാഴയും വെച്ചുകൊണ്ട് അവിടെ വിപ്ലവം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉൽപാദനം നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിലുണ്ടായിരിക്കുകയാണ്. തിരുവനന്തപുരത്തുള്ള കണ്ണൂർ ജയിലിലും അതുപോലെയുണ്ട്. നെല്ലൂർ ഉൽപാദനവും തൃശ്ശൂർ ജയിലിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയാണ്. കാരണം കാർഷിക മേഖല എന്ന് പറയുമ്പോൾ ഉൽപാദന രംഗത്ത് ഇന്ന് വളരെ മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നല്ലൊരു പ്രവർത്തനങ്ങൾക്ക് ADGPയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് സഹായകരമായ നിലപാട് ത്രിതല പഞ്ചായത്ത് മുന്നോട്ട് വരുമ്പോൾ വളരെ സമ്പന്നമായ ഒരു ഭാവി ഇതിനുണ്ട്. അപ്പൊ അത് പരമാവധി ഉപയോഗപ്പെടുത്തണം. കാരണം നമുക്ക് ജയിലിൽ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെ നല്ല ഭക്ഷണങ്ങളാണെന്ന് അത് കുറച്ചുകൂടി മേന്മ വരുത്തുകയും പുറത്ത് വിൽപ്പനക്ക് കൂടി വരുമ്പോൾ സമ്പാദ്യം കൂടി ആയി മാറും. അങ്ങനെ ഇവിടുത്തെ ജയിലിലെ അന്തേവാസികൾ ഉണ്ടാക്കുന്ന പച്ചക്കറികളും പാലും ഒക്കെ തന്നെ പുറത്ത് വിൽപ്പനക്ക് കൂടി കൊണ്ടുപോകുന്ന രൂപത്തിലേക്കായിരിക്കും. ജില്ലാ പഞ്ചായത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് ഇന്നിവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് പരമാവധി നമ്മുടെ ജയിലിലുള്ള അന്തേവാസികൾക്ക് പാല് കൊടുക്കുന്നതോടൊപ്പം ചായക്കുള്ള പാലുകളൊക്കെ തന്നെ കൊടുക്കുന്നതോടൊപ്പം പുറത്ത് വിൽക്കാനുള്ള നടപടികൾ കൂടി ഉണ്ടാകുള്ളൂ. കാരണം ഇതുവരെ കളങ്കിതമായിട്ടുള്ള മണ്ണ്, ആ മണ്ണ് ഇതുവരെ രാസവളം ഉപയോഗിച്ചില്ല. അതുകൊണ്ട് തന്നെ ജൈവ സമ്പന്നമായ മണ്ണാണ് എല്ലാ ജയിലിലും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പച്ചക്കറിക്കും അതുപോലെ തന്നെ വാഴയും വെച്ചുകൊണ്ട് അവിടെ വിപ്ലവം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉൽപാദനം നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിലുണ്ടായിരിക്കുകയാണ്. തിരുവനന്തപുരത്തുള്ള കണ്ണൂർ ജയിലിലും അതുപോലെയുണ്ട്. നെല്ലൂർ ഉൽപാദനവും തൃശ്ശൂർ ജയിലിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയാണ്. കാരണം കാർഷിക മേഖല എന്ന് പറയുമ്പോൾ ഉൽപാദന രംഗത്ത് ഇന്ന് വളരെ മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നല്ലൊരു പ്രവർത്തനങ്ങൾക്ക് ADGPയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ അടുത്ത പദമായ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പരിപാടികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി 30 ലക്ഷത്തിനടുത്ത് 28 ലക്ഷത്തിനടുത്ത് ഈ നിലയിലുള്ള ഒരു പദ്ധതി അതില് പരിഗണനയ്ക്ക് വേണ്ടി ഇതിനകം സമർപ്പിച്ചിട്ടുണ്ട്. ജയിലുകളിലൊക്കെ തന്നെ ഉൽപാദന പ്രക്രിയ നടത്തിക്കൊണ്ട്, കാരണം നമുക്കറിയാം, നമുക്ക് അവിടെ ഏറ്റവും നല്ല മണ്ണാണ് ജയിൽ. ഇപ്പൊ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കന്നുകുട്ടികളെ നമ്പർ കന്നുകുട്ടികളെ പല സ്ഥലത്ത് ഒരു പദ്ധതിയെ കുറിച്ചാണ്